ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിനകത്ത് എടുത്തു കാണിച്ചൊരു സംഭവമാണ്. ജയിൽ നോമിനേഷൻസ് കഴിഞ്ഞിട്ട് അനീഷ് ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ക്യാമറയെ നോക്കി സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇന്ന് ജയിലിലേക്ക് വിടുന്നത് എന്ന് അനീഷ് ക്യാമറയിൽ നോക്കി ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത്. അപ്പൊ അനീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആര്യം വന്ന് നിന്നിട്ട് ആര്യന്റെ ഒരു സെന്റിമെഴുകൽ അഭിനയം ഉണ്ടായിരുന്നു. അഭിനയം കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നുപോയി. സീരിയസ്ലി പറയുകയാണ്, ഈ അഭിനയം കണ്ടിട്ടാണ് കരച്ചിൽ വന്നത്. എന്തൊരു അഭിനയമാണ്! അനീഷിന്റെ അടുത്ത് പോയി നിന്നിട്ട് അനീഷിനെ എന്നുവെച്ചാൽ ആക്കുകയാണ്, പുച്ഛിക്കുകയാണ്. അനീഷ് അവിടെ എന്തോ ക്യാമറ സ്പേസ് പിടിക്കാൻ നോക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് അവിടെ പോയി നിന്നിട്ട് അനീഷിന്റെ തോളത്ത് ചാരി നിന്ന് കരയുന്നു, പുറങ്ങി നിൽക്കുന്നു. അനീഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാനാണെന്ന് പറയുന്നു. എന്തൊരു ദുരന്തമാണോ ഈ ആര്യനൊക്കെ! സത്യമായിട്ടും ഈ സീസണില് ഇത്രയധികം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോണ്ടന്റുകൾ, ഒരു രീതിയിലും നമ്മളുമായിട്ട് കണക്ട് ആവാത്ത, വെറും ഈ ഹിന്ദി ബിഗ് ബോസിലൊക്കെ ചിലവന്മാര് കാണിച്ച് സെക്കൻഡ് വീക്കിൽ ഔട്ട് ആവുന്ന ചില ടീംസ് കാണിക്കുന്ന പോലത്തെ പരിപാടികളൊക്കെയാണ് ഈ മലയാളം ബിഗ് ബോസിൽ വന്ന് കാണിച്ചിട്ട് 75 ദിവസം ആര്യൻ അവിടെ പിടിച്ചു നിന്നിരിക്കുന്നത്. അത് എന്തിന്റെ ബലത്തിലാണ്, ഏതിന്റെ ബലത്തിലാണെന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്തൊരു അസഹനീയമാണിത്. കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നില്ല, ആ ലെവൽ അസഹനീയം. അനീഷ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ കയറി നിന്ന് അഭിനയിച്ച് സെന്റി കാണിച്ച് സെന്റി മെഴുകി അങ്ങ് നലമ്പാക്കുകയാണ്, അലങ്കോലമാക്കുകയാണ്. ഒരു കാര്യമില്ല. അനീഷ് പറഞ്ഞു വന്ന കാര്യം ഗ്രൂപ്പിസം ഇവര് കളിക്കുകയാണെന്ന് തന്നെയാണ്. ആ ഒരു പോയിന്റിലേക്ക് അനീഷിനെ എത്താൻ സമ്മതിക്കാതെ അവിടെ പോയി നിന്നിട്ട് ഒറ്റപ്പെടുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പക്ഷെ പ്രേക്ഷകർ കാണുന്നുണ്ട്, ഇത് വിസിബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. എത്രമാത്രം വിസിബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഷാനവാസിന് ആ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തത് കൊണ്ട് മാത്രം ആദില നൂറ തിരിച്ച് ഇപ്പോ അനുമോളുടെ പക്ഷത്തേക്ക് വന്നിരിക്കുകയാണ്. ഷാനവാസും അവരുമായിട്ട് എല്ലാം സോൾവ് ആയി, കോംപ്രമൈസ് ആയ മട്ടാണ്. ഇപ്പൊ വന്നവരും നിന്നവരും പോയവരും എല്ലാവരും അവരുടെ സഖ്യത്തിലേക്ക് തിരിച്ചു ചേർന്നപ്പോഴും ലക്ഷ്മിക്ക് സാബുമാനുള്ളപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നത് അനീഷ് മാത്രമാണ്, ഒറ്റയാനായിട്ട് നിൽക്കുന്നത് അനീഷ് മാത്രമാണ്. വേണമെങ്കിൽ അങ്ങനെയും കാണാം. ഇതിന് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.